ഏവർക്കും ലീഡ് ഐസ് ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന പദവിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ്. പുതിയ RBI ഗവർണറായി ചുമതലയേറ്റ് സഞ്ജീവ് മൽഹോത്ര. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഭൂമിയുടെ 77% വരണ്ടുണങ്ങിയെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി യുണൈറ്റഡ് നേഷൻസ്. ആദ്യത്തെ UN കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ അധ്യക്ഷ പദവിയിൽ ഇന്ത്യ. ലോകത്തെ മികച്ച പാചക രീതികളിൽ ഇന്ത്യ 12ാമത്. പോളറൈസേഷനെ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്ത് ലോക പ്രശസ്ത ഡിക്ഷണറി പബ്ലിഷേഴ്സായ മെറിയം വെബ്സ്റ്റർ. വാർത്തകൾ വിശദമായി. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന പദവിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ്. ഏകദേശം 4 പതിറ്റാണ്ടുകളായി റഷ്യക്കാരനായ ഗാരി കാസ്പറോവിന്റെ പേരിലുള്ള റെക്കോർഡാണ് ചെന്നൈയിൽ നിന്നുള്ള ഈ 18കാരൻ തകർത്തത്. ഇതാദ്യമായാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ 2 ഏഷ്യക്കാർ മത്സരിച്ചത്. മുൻ ലോക ചാമ്പ്യനായ ഡിങ് ലാരനെയാണ് ഗുകേഷ് പരാജയപ്പെടുത്തിയത്. ഇതോടെ വിശ്വനാഥൻ ആനന്ദ്, ഡിങ് ലാരൻ എന്നിവർക്ക് ശേഷം ഈ നേട്ടം കരസ്ഥമാക്കുന്ന 3ാമത്തെ ഏഷ്യക്കാരനായി ഗുകേഷ് മാറി. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വേദി സിംഗപ്പൂർ ആയിരുന്നു. പുതിയ RBI ഗവർണറായി ചുമതലയേറ്റ് സഞ്ജീവ് മൽഹോത്ര. മുൻ റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം RBIയുടെ 26ാമത് ഗവർണറായാണ് ചുമതലയേൽക്കുന്നത്. ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ ഉത്തരവാദിത്തമുള്ള ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് RBI. 1935 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ച RBIക്ക് ഗവർണർ ഉൾപ്പെടെ 21 സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണുള്ളത്. മുൻ RBI ഗവർണറായിരുന്ന ശക്തികാന്ത ദാസിൻ്റെ കാലാവധി അവസാനിച്ചതോടെയാണ് മിസ്റ്റർ മൽഹോത്ര ആ സ്ഥാനമേറ്റത്. കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഭൂമിയുടെ 77%-ലധികം വരണ്ടുണങ്ങിയെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുമായി യുണൈറ്റഡ് നേഷൻസ്. സൗദി അറേബ്യയിൽ വെച്ച് നടന്ന UNCCDയുടെ 16ാമത് കോൺഫറൻസിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ലോകമെമ്പാടും വരൾച്ച മൂലമുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനായി രൂപീകരിച്ച സുപ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് UNCCD അഥവാ യുണൈറ്റഡ് നാഷൻസ് കൺവെൻഷൻ ടു കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ. കഴിഞ്ഞ 30 വർഷത്തെ കാലാവസ്ഥാ പഠനത്തിന് ശേഷമാണ് UNCCD ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ അളവ് കുറയ്ക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ 21st സെഞ്ചുറി അവസാനിക്കുമ്പോഴേക്കും ലോകത്തെ 3% ഈർപ്പമുള്ള പ്രദേശങ്ങൾ കൂടി വരണ്ടതായി മാറുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ആദ്യമായി UN കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ അധ്യക്ഷ പദവിയിൽ ഇന്ത്യ. കമ്മീഷന്റെ 68ാമത് സെഷന്റെ അധ്യക്ഷനായാണ് ഇന്ത്യയെ തെരഞ്ഞെടുത്തത്. മയക്കുമരുന്ന് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടുന്നതിനും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ലോകരാജ്യങ്ങളുടെ പ്രതികരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ആഗോള സംഘടനയാണ് UN കമ്മീഷൻ ഓൺ നാർക്കോട്ടിക് ഡ്രഗ്സ്. കമ്മീഷന്റെ ഈ വർഷത്തെ അധ്യക്ഷ പദവി ഇന്ത്യയുടെ അന്താരാഷ്ട്ര സഹകരണത്തെയും ലീഡർഷിപ്പിനെയും മെച്ചപ്പെടുത്താൻ സഹായിക്കും. ലോകത്തെ മികച്ച പാചക രീതികളിൽ ഇന്ത്യ 12ാമത്. വേൾഡ് ടേസ്റ്റ് അറ്റ്ലസിന്റെ ലോകത്തിലെ ഏറ്റവും മികച്ച 100 പാചക രീതികൾ അടങ്ങിയ പട്ടികയിലാണ് ഇന്ത്യക്ക് 12ാം സ്ഥാനം. ലോകത്തിലെ പരമ്പരാഗത ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, പാചകരീതികൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് വേൾഡ് ടേസ്റ്റ് അറ്റ്ലസ്. 2018 എസ്റ്റാബ്ലിഷ് ചെയ്ത വേൾഡ് ടേസ്റ്റ് അറ്റ്ലസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും ആഘോഷിക്കപ്പെടുന്നതുമായ 100 പരമ്പരാഗത വിഭവങ്ങളുടെ ലിസ്റ്റാണ് പുറത്തിറക്കിയത്. 12ാം സ്ഥാനത്തോടൊപ്പം ഇന്ത്യയിലെ മോർഗ് മഖാനി, ഹൈദരാബാദി ബിരിയാണി എന്നീ വിഭവങ്ങൾ 50 ബെസ്റ്റ് ഡിഷസ് ലിസ്റ്റിൽ വരികയും ചെയ്തിട്ടുണ്ട്. പോളറൈസേഷനെ വേർഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്ത് ലോക പ്രശസ്ത ഡിക്ഷണറി പബ്ലിഷേഴ്സ് ആയ മെറിയം വെബ്സ്റ്റർ. 1847 പബ്ലിഷ് ചെയ്ത പ്രമുഖ ഇംഗ്ലീഷ് ഡിക്ഷണറി മെറിയം വെബ്സ്റ്റർ ചരിത്രത്തെയും ഭാഷയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നതിൽ മികവ് പുലർത്തുന്നു. ഇൻ്റർനെറ്റിൽ ജനങ്ങൾ കൂടുതൽ തിരയുന്ന വാക്കുകൾ, സമകാലിക വിഷയങ്ങളുമായുള്ള ബന്ധം, വ്യക്തമായ അർത്ഥം, കൃത്യമായ ഡെഫിനിഷൻ, ജനപ്രീതി തുടങ്ങി നിരവധി ഘടകങ്ങൾ വേർഡ് ഓഫ് ദി ഇയറിനെ തിരഞ്ഞെടുക്കുന്നതിനായി ഇവർ പരിഗണിക്കുന്നു. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്, ആഗോളതലത്തിൽ രാജ്യങ്ങൾക്കിടയിലുള്ള ഭിന്നത തുടങ്ങിയവയാണ് പോളറൈസേഷനെ വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കാനായി പരിഗണിച്ച ഘടകങ്ങൾ. കോളിൻസ് ഡിക്ഷണറി ബ്രാറ്റ് എന്ന വാക്കിനെയും ഓക്സ്ഫോർഡ് ഡിക്ഷണറി ബ്രെയിൻ റോട്ട് എന്ന വാക്കിനെയുമാണ് ഈ വർഷം വേർഡ് ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി.